ചാപ്പവത്തി, തീവ്രവാദി, രാജ്യദ്രോഹി, ജഹാദി എന്നൊക്കെ പറഞ്ഞു. സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ആ വിദ്യാർത്ഥി സമരത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകളാണ് എന്നെ തീവ്രവാദിയാക്കി മാറ്റിയത്. അതിലൊന്നും ഒരു വിഷമവും ഇല്ല. കാരണം നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ എന്തെങ്കിലും പറയാൻ അറിയോ? വിദ്യാർത്ഥികളുടെ വിഷമറിയോ? ജനങ്ങളുടെ വിഷമറിയോ? മനുഷ്യരെ കുറിച്ച് പറയാനോ? അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് പറയാൻ അറിയോ? ആകെ നിങ്ങൾക്കറിയാവുന്നത് പ്രതികരിക്കുന്നവരെ, ചോദ്യം ചെയ്യുന്നവരെ തീവ്രവാദി എന്നൊക്കെ പറയാനും നിങ്ങൾക്കറിയൂ. പിന്നെ ചിലര് കുഞ്ഞു വായിൽ വലിയ വർത്താനം പറയരുത് എന്ന് പറയും. ഞാൻ ചോദിക്കട്ടെ, വലിയ വായിട്ടായിട്ട് മിണ്ടാതിരിക്കുന്നതിനും കാട്ടി നല്ലതല്ലേ ഈ കുഞ്ഞു വായിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നത്, അല്ലേ? പിന്നെ വേറെ ചിലര് എഴുതി കൊടുത്ത് കുട്ടി വായിക്കുകയാണ്, കീ കൊടുത്ത പാവയാണ് എന്നൊക്കെ പറയും. അതിൻ്റെയൊക്കെ ഒരു ആവശ്യമില്ല. കാരണം 10 വയസ്സുള്ള എനിക്കിങ്ങനെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് പറയാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഈ പുസ്തകങ്ങളൊക്കെ വെറുതെ ഇരിക്കുന്നതല്ല, ഇതൊക്കെ വായിക്കാനുള്ളതാണ്. പത്രം, ഇതൊക്കെ വായിക്കണം. ഇതൊക്കെ വായിക്കുന്നതിലൂടെ നമുക്ക് അറിവ് കിട്ടും. പിന്നെ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഇതിനെ കുറിച്ചുള്ള വീഡിയോ 2-3 എണ്ണം കണ്ട് റെഫർ ചെയ്തിട്ട് അതിൽ നിന്ന് 3-4 പോയിന്റ് കിട്ടിയാൽ മതി. അത് 10 മിനിറ്റുള്ളിൽ നമുക്കത് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് അറിവൊക്കെ കിട്ടും. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതിന് നിങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടമല്ലല്ലോ. നിങ്ങൾക്ക് അക്ഷരങ്ങൾ ഇഷ്ടമല്ല, അറിവ് ഇഷ്ടമല്ല, വിദ്യാഭ്യാസം ഇഷ്ടമല്ല. നിങ്ങൾക്ക് ആകെ ഇഷ്ടം ഈ തീവ്രവാദി എന്നൊക്കെ കമന്റ് ഇടുന്നത്. ഇതൊക്കെ പറയാൻ വലിയ വേണമെന്നൊന്നുമില്ല. വലിയ മനസ്സുണ്ടായാൽ മതി. വിശാലമായ മനസ്സ്, എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന മനസ്സ്. അതില്ലാത്തതാണ് ഈ പ്രശ്നം. അതിലൊരാൾ കമന്റ് ഇട്ടേക്കാണ്, അടി തുടങ്ങിയിട്ടില്ല മോളെ, വടി വെട്ടാൻ പോകുന്നേ ഉള്ളൂ. എന്തും മനസ്സാണ് നിങ്ങളുടെ. ഇത് കണ്ടില്ലേ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ സന്തോഷിക്കാൻ തോന്നും? പിന്നെ ഏറ്റവും വലിയ ചോദ്യം, പഹൽഗാമിൽ ആ 29 പേരെ വെടിവെച്ച് കൊന്നപ്പോൾ നീ എവിടെയായിരുന്നു? ഒന്നും മിണ്ടിയില്ലല്ലോ. അതൊക്കെ ഞാൻ പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, സോഷ്യൽ മീഡിയയിലല്ല, 100 കണക്കിന് ആൾക്കാർ പങ്കെടുത്ത ഓപ്പൺ സ്റ്റേജിൽ വെച്ച്. അവിടെ മതം തിരിഞ്ഞ നിങ്ങൾ പാവങ്ങളെ പോയിന്റ് ബ്ലാങ്കിൽ നായാടിയെങ്കിൽ, വീണവന്റെ മതം ചികാത്ത ഞങ്ങൾ ഇന്ത്യക്കാർ രോഷത്തിൽ എരിയുന്നുണ്ടെങ്കിൽ, വിരാശകാരെ നിങ്ങൾ ചിന്തത് ഞങ്ങളുടെ സഹോദരങ്ങളുടെ ചോരയാണെങ്കിൽ, കസൂരിയും അയാളുടെ മാസ്റ്റർ ബ്രെയിൻ കണ്ടമാരും ആയുസെണ്ണി കാത്തിരുന്നോ വരുന്ന നിന്നിലേക്ക് അണ്ണാക്കിലേക്ക് റഫാൽ മിറാഷ് ചേർക്കുന്ന വെട്ടിക്കെട്ട്. വീഡിയോ താഴെയുണ്ട്, പോയി കണ്ടോ, രോമാഞ്ചം വരും. ഇതൊക്കെ കാണണമെങ്കിലേ ഒരു കണ്ണടച്ച് കണ്ടാൽ കാണൂല, 2 കണ്ണും തുറന്ന് കാണണം. ജന്തർ മന്ദർ, അവിടെ എല്ലാവരും ഉണ്ട്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി, സിഖുകാരെ, എല്ലാ നല്ല മനുഷ്യരും ഉണ്ട്. ഭാരതത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം കാണാൻ അവിടെ പോയാൽ മതി. പക്ഷേ ഒരു കൂട്ടർ മാത്രമേ ഇല്ല. അവരാണ് ഇവിടെ വന്ന് തീവ്രവാദി എന്നൊക്കെ കമന്റ് ഇടുന്നത്. അവരല്ലാത്ത എല്ലാ നല്ല മനുഷ്യരും ആ വിദ്യാർത്ഥികൾക്ക് സപ്പോർട്ടായിട്ടുണ്ട്. പിന്നെ ഒരു ചേച്ചി പറഞ്ഞു, നീ അവിടെ പോയി പ്രസംഗിക്കാണ്, അവിടെ പോകണമെന്നും ആ ചരിത്രത്തിൻ്റെ ഭാഗമാകണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ വണ്ടിക്കുലിക്ക് പൈസ ഇല്ല. ആരെങ്കിലും കൊണ്ടുപോകണേ പോകും. പിന്നെ കുറച്ചേര് കമന്റ് ഇട്ടു, ഞാൻ ഫോളോ ചെയ്ത് പോവുകയാണ്. അവരൊക്കെ എന്നെ ഫോളോ ചെയ്തിട്ട് പോലും ഇല്ല. അങ്ങനെയുള്ളവർ പൊക്കോട്ടെ. നമ്മൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ മതസംഘടനയുടെയോ സപ്പോർട്ട് കൊണ്ടല്ല ഞാൻ ഇവിടെ വരെയെങ്കിലും എത്തിയത്. ജാതി മത രാഷ്ട്രീയത്തിനപ്പുറം സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കുറേ നല്ല മനുഷ്യന്മാരുടെ സപ്പോർട്ട് എനിക്കൊപ്പമുണ്ട്. അവരുടെ സപ്പോർട്ട് എനിക്ക് മതി, അല്ലാത്തവർക്ക് പോകാം. കോമഡി റീലും ഇമിറ്റേറ്റിംഗ് വീഡിയോ മാത്രമല്ല ഞാൻ ചെയ്യുന്നത്. അതിനൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത്. അതായത് കണ്ടോ, 10 മില്യൺ. ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു, ഒരു കോമഡി വീഡിയോ, അതിപ്പോൾ 1 മില്യൺ ആയി. ഇതിനൊക്കെയാണ് എനിക്ക് റീച്ച് കിട്ടുന്നത്. പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങൾ പ്രതികരിക്കേണ്ടത് എൻ്റെ കടമയാണ്, ബാധ്യതയാണ്. അവിടെ റീച്ചും ഫോളോവേഴ്സും കുറഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾ എന്നെ തീവ്രവാദിയാക്കിയില്ലേ? കുറച്ച് തീവ്രവാദികളെ ഞാൻ കാണിച്ചു തരാം. ഇവരൊക്കെ തീവ്രവാദികളാണെങ്കിലേ ഞാനും ആ കൂട്ടത്തിലാണ്. ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു എന്ന് പറയുന്നത് കേട്ടത്. കൺഫേം ആയിട്ടില്ല, ഇപ്പം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാണ്. അത് ശരിയാണെന്നുണ്ടെങ്കിൽ അത് വിദ്യാർത്ഥി ശബ്ദത്തിൻ്റെ വിജയം, ജനാധിപത്യത്തിൻ്റെ വിജയം. പിന്നെ വേറൊരു കാര്യം, എന്നെ എത്ര രാജ്യദ്രോഹിയെന്നോ തീവ്രവാദിയെന്നോ വിളിച്ചാലും പറയാനുള്ളത് പറഞ്ഞു തന്നെ പോകും. കാരണം ഇതെൻ്റെയും കൂടി രാജ്യമാണ്.